ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെച്ചാൽ SSC GD റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ 2025 SSC GD അപ്ലൈ ചെയ്യാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSC GD റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.ssc.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ഈ ഒരു സൈറ്റ് SSCയുടെ പുതിയ വെബ്സൈറ്റാണ്. കഴിഞ്ഞ വർഷം വരെയും SSC/GD റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയിട്ടാണ്. അപ്പോൾ ഇനിയുള്ള അതായത് SSC/GD 2025 റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ടത് പുതിയ സൈറ്റ് വഴിയാണ് ssc.gov.in. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. പഴയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഈ ഒരു പുതിയ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പുതിയ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ആ ഒരു അക്കൗണ്ടിലൂടെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് പുതിയ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് SSCയുടെ പുതിയ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ചർ എന്നൊക്കെ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു ബോക്സിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, അതിൻ്റെ തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവർ ഈ ഒരു സെക്ഷൻ എൻ്റർ ചെയ്തിരുന്നാൽ മതി. ആധാർ ഉള്ളവർ ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ട് വരുന്നില്ല. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര്, ആ ഒരു രീതിയിൽ പേര് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ വരുമ്പോൾ നിങ്ങളുടെ പേര് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ അവിടെ ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത ഏഴാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ആ ഒരു രീതിയിൽ വേണം എൻ്റർ ചെയ്യാൻ. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മദേഴ്സ് നെയിമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10ാം ക്ലാസ് ഏതൊരു എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ബോർഡ് ഏതാണോ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത 10ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ്. അപ്പോൾ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു റോൾ നമ്പർ. അവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത 11ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് ഏതൊരു വർഷമാണ് പഠിച്ചു പാസ്സായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇയർ ഓഫ് പാസിങ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്.
അതിനുശേഷം അടുത്ത 13ാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ IDയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID നൽകുക. അതിനുശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും OTP വരുന്നതാണ്. ആ ഒരു 2 OTPയും എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനുശേഷം അവിടെ ഓക്കെ നൽകുക. ഓക്കെ നൽകുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ കുറച്ച് നോട്ട്സ് അതായത് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഒരു ടെമ്പററി പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു ടെമ്പററി പാസ്വേഡും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓൾഡ് പാസ്വേഡ് അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ ആദ്യം ആദ്യത്തെ ഓൾഡ് പാസ്വേഡ് എന്ന സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ SSCയുടെ അക്കൗണ്ടിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് അവിടെ നൽകുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും അവിടെ സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. പാസ്വേഡ് റീസെറ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ പാസ്വേഡ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്ത് ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു കാറ്റഗറി വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പം ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസബിലിറ്റീസ് ഉള്ളവർ അവിടെ എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ നോ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അഡ്രസ്സ് അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 7ാമതായിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അതായത് 2 അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങളവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. 2 അഡ്രസ്സും സെയിം ആയിട്ടുള്ളവർ അവിടെ എസ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻസും സക്സസ്ഫുള്ളി സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഡിക്ലറേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഡിക്ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ SSCയുടെ പുതിയ വെബ്സൈറ്റിലെ 1 day രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത SSCGD റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കുന്നതിനായിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലൈവ് എക്സാമിനേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, SSF റൈഫിൾമാൻ GD ഇൻ ആസം റൈഫിൾസ് ആൻഡ് സെഫായി ഇൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ 2024 എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ താഴത്തേക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് വലത്തെ സൈഡിൽ. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ 1 day രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം.
അപ്പോൾ ഈ ഒരു സെക്ഷനിലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. 19ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ 10ാം ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആകുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിച്ചേക്കാം. ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ്. ആയിട്ടുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ വേണമോ എന്നാണ്. വേണ്ടവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു മിസലേനിയസ് ചോദ്യമാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നൽകണമോ എന്നാണ്. വേണ്ടവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചേക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിച്ചേക്കാം. ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻസ് 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ആണ്. നിങ്ങൾക്ക് 3 എക്സാമിനേഷൻ സെൻറ്ററുടെ പ്രിഫറൻസ് വരെ ഈ ഒരു സെക്ഷനിൽ നൽകാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ 3 പ്രിഫറൻസ് ഇവിടെ നൽകുക. അതിനുശേഷം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാമിനേഷൻ്റെ ലാംഗ്വേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അവർ ലാംഗ്വേജ് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്ത 27ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്ത 28ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡൊമിസൈലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത 30ാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നെക്സൽ അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റ് ആണോ എന്നാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഡൊമിസൈൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡൊമിസൈൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത 33ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ആണ്. അതായത് ഓരോ പോസ്റ്റ് വൈസ് പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് താഴെ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണിച്ചയക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിനും ഓരോ ലെറ്റർ കോഡ് വെച്ചിട്ട് ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചയക്കുന്നതാണ്. അങ്ങനെ ഓരോ കോളത്തിലും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് പ്രിഫറൻസ് വേണ്ടത് CRPF ആണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ C എൻ്റർ ചെയ്യുക. അടുത്തായിട്ട് വേണ്ടത് നിങ്ങൾക്ക് BSF ആണെങ്കിൽ നെക്സ്റ്റ് കോളത്തിൽ A എൻ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കോളത്തിലും നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് ഏതാണോ അങ്ങനെ പ്രിഫറൻസ് നൽകുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പ്രിഫറൻസ് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിച്ചയക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് ലൈവ് ഫോട്ടോയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഫോണിലെ ക്യാമറ വഴിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബ്രൗസർ മുഖാന്തരം നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ SSC പുതിയൊരു ആപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ആപ്പ് വഴിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിച്ചയക്കുക. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ വലത്തേ സൈഡിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിച്ചയക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ ഡിക്ലറേഷനാണ്. 3 ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം I agree എന്നൊരു ടിക്ക് ബോക്സ് കാണിച്ചയക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്ത് തൊട്ട് താഴെ ഒരു ക്യാപ്ചർ കോഡ് കാണിച്ചയക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിച്ചയക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ഫീസിൻ്റെ സെക്ഷനാണ് വരിക. ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കുന്നതിനായിട്ട് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ടാത്ത കാൻഡിഡേറ്റ്സിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ശേഷം ഫീസിൻ്റെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. OBC കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ജനറൽ കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് 2025 SSC GD എക്സാമിനേഷന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.